നവകേരളം കിഫ്ബിയിലൂടെ. അരുവിക്കരയുടെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളാണ് കിഫ്ബി വഴി മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി നിരവധി പദ്ധതികളാണ് അരുവിക്കരയിൽ നടപ്പിലാക്കുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി രൂപീകരിച്ച സംവിധാനമാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വിവിധ ജില്ലകളിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നടന്നുവരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി ഫണ്ട് ഏറെ ഗുണകരമായി. 87,378 രൂപയ്ക്കുള്ള പദ്ധതികൾ ഇതിനകം തന്നെ കിഫ്ബിക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, റോഡിൻ്റെ പദ്ധതികൾ, പാലങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ ധാരാളം പ്രോജക്റ്റുകൾ കിഫ്ബിക്ക് ഇതിനകം തന്നെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1147 പ്രോജക്റ്റുകൾ ഇതിനകം തന്നെ മേജർ പ്രോജക്റ്റുകളായി കിഫ്ബി ഏറ്റെടുത്ത് കഴിഞ്ഞു. അരുവിക്കരയിൽ വിദ്യാഭ്യാസ മേഖലയിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നത്. കിഫ്ബി മുഖാന്തരം 288.91 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അരുവിക്കര മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറ്റിച്ചൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ST വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള ഒരു സ്കൂൾ നിർമ്മിക്കുന്നതിന് 24,84,00,000 രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അരുവിക്കര ജംഗ്ഷൻ വികസനത്തിനും കിഫ്ബി ഫണ്ട് തുണയായി. നെടുമങ്ങാട് അരുവിക്കര വെള്ളനാട് റോഡ്, അതേപോലെ തന്നെ അരുവിക്കര ജംഗ്ഷൻ്റെ വികസനത്തിനുമായി 41,60,00,000 രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധ റോഡുകളും കവലകളും നവീകരിക്കാൻ കിഫ്ബി ഫണ്ട് അനുവദിച്ച് പ്രവർത്തനം നടന്നുവരുന്നു. പല റോഡുകളും നവീകരണം പൂർത്തിയാക്കുകയും ചെയ്തു. കാട്ടാക്കട ചൂണ്ടുപലകയിൽ നിന്ന് ആരംഭിച്ച് നെയ്യാർ ഡാമിലേക്ക് പോകുന്ന റോഡിൻ്റെ വികസനത്തിന് വേണ്ടി 58,93,00,000 രൂപ ഇതിനകം അനുവദിക്കുകയും 3.5 കോടി രൂപയ്ക്ക് ആ റോഡ് BC ഓവർലേ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിന് കിഫ്ബി ഫണ്ട് അനുവദിച്ച് ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വിതുര ബോണക്കാട് റോഡ് വനമേഖലയിലെ ഒരു റോഡാണ്. ഈ റോഡിന് വേണ്ടി കിഫ്ബി 29,64,00,000 രൂപ അനുവദിച്ച് അതിൻ്റെ പണി നടന്നു വരികയാണ്. അരുവിക്കരയിലെ 10 സ്കൂളുകൾക്കാണ് കിഫ്ബി ഫണ്ട് അനുവദിച്ചത്. 10 സ്കൂളുകൾക്ക് കിഫ്ബി മുഖാന്തരം പണം അനുവദിച്ചിട്ടുണ്ട്. ഈ 10 സ്കൂളുകൾ 2 സ്കൂളുകളുടെ പണി പൂർത്തിയായി. 6 സ്കൂളുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്കൂളുകളുടെ പണി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 10 സ്കൂളുകൾക്കായി 25,40,00,000 രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രം വികസിപ്പിക്കുന്നതിനും കിഫ്ബി വഴി പ്രത്യേക ഫണ്ട് അനുവദിച്ചു. ആ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം ഏഷ്യയിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമാണ്. ഇതിന് 105 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഈ അടുത്ത കാലത്തായി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.